ഇപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് ഒരു ഡിന്നർ കഴിക്കാൻ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല അത്യാവശ്യം പ്രീമിയം ഹോട്ടലിലേക്കാണ് പോയത്. അപ്പോൾ ഓനാണ് പൈസ എടുക്കുന്നത്, നമ്മളെ ഫ്രണ്ടാണ് പൈസ എടുക്കുന്നത്. അപ്പോൾ ഡിന്നർ കഴിച്ചപ്പോൾ ഓൻ എല്ലാ അടിപൊളി സാധനങ്ങളും ഓർഡർ ചെയ്തു. നമ്മൾ കാര്യമായിട്ടൊന്നും അങ്ങനെ പൈസ ചിലവാക്കാൻ വിചാരിച്ചിട്ടില്ലേനു. പക്ഷേ ഓൻ എല്ലാ പ്രീമിയം സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഏകദേശം ഒരു 10,000 റുപ്യ ആയിരുന്നു വിചാരിക്കാം ആ ഡിന്നറിന്. 10,000 ആ ഒറ്റ ഡിന്നറിന്. അതും ആ ഫ്രണ്ട് തന്നെയാണ് അത് പേ ചെയ്തത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കും, ഓൻ ഭയങ്കര കെയർലെസ് ആണ്, ലാവിഷാണ്, പൈസ വെറുതെ ചിലവാക്കുന്ന ആളാണെന്നൊക്കെ. പക്ഷേ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഓന് മന്ത്ലി ഓൻ്റെ ബിസിനസ്സിൽ നിന്ന് ഒരു 7 to 10 lakh പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൻ ചിലവാക്കിയ 10,000 എന്ന് പറയുന്നത് 10,000 എന്ന് പറയുന്നത് വെറും ഓൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ 1% വരുന്നുള്ളൂ. നോക്കി 10 ലക്ഷത്തിൻ്റെ 1% 10,000 വരുന്നുള്ളൂ. അതേസമയം നിങ്ങളൊരു 30,000 ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, മന്ത്ലി 30,000 ഏൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ 1% എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് 300 രൂപ ചിലവാക്കണ മാതിരിയേക്കാരം ഓൻക്ക് 10,000 രൂപ ചിലവാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരാൾ എത്ര പൈസ ചിലവാക്കണു, എത്ര നമ്പർ നോക്കിയിട്ട്, പൈസൻ്റെ എമൗണ്ട് നമ്പർ നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. നമുക്ക് എന്താ നോക്കേണ്ടത്? പെർസെൻറ്റേജാണ് നോക്കേണ്ടത്.